നമ്മൾ ഒരു ലോണിനായി ബാങ്കിൽ ചെന്നാൽ തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും ആധാരവും മറ്റും നൽകിയാൽ ലോൺ കിട്ടിയേക്കാം. പക്ഷേ ഈ ബാങ്കിൽ നിന്നും ലോൺ കിട്ടണമെങ്കിൽ ചില പുതിയ അറിവുകളൊക്കെ നേടണം. എന്താണെന്നല്ലേ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ആരൊക്കെയാണെന്നറിയണ്ടേ? സ്വാലി പി, ദിൽബർ, നിസാമുദ്ദീൻ, റിൻഷാദ്. ആരാ? ഈ കുരുത്തം കെട്ട അങ്ങോട്ടും വന്നോ? ഇങ്ങോട്ട് വിളിക്ക്. എന്താ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടാരാ? നോക്കട്ടെ. ഇതെന്താടാ എല്ലാത്തിലും പൂച്ച? അത് നമ്മളെ ഭാഷ എന്നോട് പൂച്ച മാത്രം ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ടോട്ടലിൽ നല്ല മാർക്ക് ഉണ്ടല്ലോ. ടോട്ടൽ ആരാടാ തനിക്ക് പഠിപ്പിച്ചെന്ന്? അച്ഛൻ എന്നെക്കാളും മണ്ടര. എന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ഇന്നലെ ചിത്രം വരക്കാൻ പറഞ്ഞു, വരച്ചോ? വരച്ചു. നോക്കട്ടെ. ഇതെന്താടാ? പട്ടി റൊട്ടി എത്ര റൊട്ടിയാടെ? പട്ടി വട്ടിയാടെ. റൊട്ടി പട്ടി എന്നാ പട്ടി കൊടുക്കോ? പട്ടി പോയി. അപ്പൊ ചിത്രം ഒന്നും വരച്ചില്ലല്ലേ? എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. 8 2 കൂട്ടിയാൽ 10, 10 2 കൂട്ടിയാൽ 12. അങ്ങനെയാണെങ്കിൽ 850 750 കൂട്ടിയാൽ എത്രയാടാ? അത് ശരി. എളുപ്പമുള്ള അച്ഛൻ പറഞ്ഞിട്ട് കുടുക്കളല്ലോടോ ചെയ്യാ. അതൊക്കെ പോട്ടെ. അടുത്ത ചോദ്യം. ഒരു കോഴി ഒരു ദിവസം ഒരു മുട്ട ഇട്ടാൽ ആഴ്ചയിൽ എത്ര മുട്ട? 6 മുട്ട. മോനെ, ഒരു കോഴി ഒരു ദിവസം ഒരു മുട്ടയല്ലേ ഇടുന്നത്? അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ എത്ര മുട്ട? 6 മുട്ട. ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടോ? പിന്നെ എങ്ങനെയാടാ 6 മുട്ട? അത് ഞായറാഴ്ച കോഴിക്ക് ഹോളിഡേയാ. അത് കോഴി മുട്ട ഇടൂല. ചെറുക്കാൻ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടു. നെക്സ്റ്റ് കമീൻ. ഇതെന്താടാ ഹനുമാൻ മലയും കൊണ്ടുവരെ? ചെരുപ്പ് പുറത്തേക്കണെന്ന് പുറത്ത് പോളാ, അതുകൊണ്ട് വെച്ചതാ. അവിടെ കഴിച്ചിറോ? എന്താ ഇതല്ലേ മറ്റേ സ്ഥലം? ഏത്? ലോണൊക്കെ കൊടുത്ത ആളെ കൊള്ളുന്ന സ്ഥലം ബാങ്ക്. അതെ. ഇങ്ങൊരു 15,000 ലോണാണോ? തനിക്കോ ലോണോ? അതിന് കോമൺ സെൻസ് ആണോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കോമൺ സെൻസ്? ആധാരേ. ഇവിടെ കോമൺ സെൻസ് പറഞ്ഞ എന്താടോ? പിന്നെന്താ പട്ടയാ? അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പോടോ സാർ. അങ്ങനെ പറയരുത്. പെരേച്ചെന്നാ പെണ്ണുങ്ങൾ തല്ലു. പെണ്ണുങ്ങൾ തല്ലോ? പെണ്ണുങ്ങളെ തല്ലി സഹിക്കാം, അമ്മായിമ്മന്റെ കുത്താ സഹിക്കാൻ വയ്യാത്ത. തനിക്ക് ലോണില്ല സാർ. അതൊക്കെ പോട്ടെ, ഒരു 6 രൂപ കോയിനൊക്കെ പോറ്റാ. കോയിക്ക് ലോണില്ലടോ. ഞാൻ 2 കുറുക്കനെ പോറ്റൊക്കെ ലോൺ തരോ? ഇതെന്ത് ബാങ്കാത്? തനിക്ക് ലോണില്ല സാർ. അതൊക്കെ പോട്ടെ, ഒരു 10 രൂപ വണ്ടി കൂലിക്കാം. തനിക്ക് ഒന്നുമില്ല, താനൊന്ന് പോ. ശല്യം പോയി. വേണ്ട 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 വേണ്ട. പേടിക്കാൻ വന്നത്. നെക്സ്റ്റ് കമീൻ. താങ്കളാണോ ബാങ്ക് മാനേജർ? അതെ. എനിക്കൊരു 2 ലക്ഷം രൂപ ലോൺ വേണം. എന്തൊരു മര്യാദ! 10 ലക്ഷം തരാം. 10 ലക്ഷം തന്നാൽ ബാക്കി ഇജ്ജെടുക്കും. വേണ്ട വേണ്ട, 2 ലക്ഷം മതി. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഉത്തരം പറയണം. ചോദിച്ചോളൂ. അതിന് ബ്രേക്ക് ഡാൻസ് കളിക്കണ്ട. ആദ്യത്തെ ചോദ്യം. നമ്മുടെ മുൻ രാഷ്ട്രപതിയുടെ പേരെന്താണ്? APJ അബ്ദുൽ കലാം അല്ലേ? വെരി ഗുഡ്. അടുത്ത ചോദ്യം വളരെ ടഫാണ്. ഒന്നുകൂടി പറയാണ്. അടുത്ത ചോദ്യം വളരെ ടഫാണ്. കൊട എടുക്കായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി കല്ലേ. വെരി ഗുഡ്. അടുത്ത ചോദ്യം വളരെ ടഫാണ്. ഇനി പറഞ്ഞോളൂ. ഒന്നുകൂടി പറയാണ്. അടുത്ത ചോദ്യം വളരെ ടഫാണ്. ഇനി ടഫ് വേണ്ട. കുറെ നേരമായി ടഫാൻ തുടങ്ങിയിട്ട്. എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8864 അടി അല്ലേ? വെരി ഗുഡ്. അടുത്ത ചോദ്യം ടഫ് വേണ്ട. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം എത്രയാണ്? കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലല്ലേ? വെരി ഗുഡ്. അടുത്ത ചോദ്യം. ചളിയിൽ കുത്തിമറിയുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. ചിമ്പാൻസിയുടെ കാര്യം പിന്നെ പറയണോ
നിങ്ങൾക്ക് ലോൺ തരാം. സാറേ ഒന്നവിടെ വെക്കോ. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? ബാങ്കിൽ നിന്ന്. നിങ്ങൾക്ക് അയാൾ ലോണൊന്നോ? ആ തന്ന്. എത്ര? 2 ലക്ഷം. 2 ലക്ഷം? ഒരു 10 രൂപ വണ്ടിക്കൂലി ചങ്ങായി തന്നില്ല. അവിടെ അങ്ങനെ കൂടുതൽ ചില ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ ഉത്തരം പറയണം, എന്നാലേ കിട്ടുള്ളൂ. ആണോന്നാ ചോദ്യം എത്ര ഒന്ന് നിങ്ങൾ പറഞ്ഞുതരോ? അതിനൊന്നും ടൈമില്ല, ഞാൻ പോവാ. സാർ അങ്ങനെ പറയരുത്. പെരേജ് പെണ്ണുങ്ങൾ തല്ലു. പെണ്ണുങ്ങൾ തല്ലുവോ? പെണ്ണുങ്ങളെ തല്ല് സഹിക്കാം, മൈമിന്റെ കുത്താ സഹിക്കാൻ വയ്യാത്ത. ആ വേണമെങ്കിൽ ഉത്തരത്തെടുത്ത് ചോദ്യം പറയാൻ ടൈമില്ല. APJ അബ്ദുൽ കലാം 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് 8864 അടി കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ചിമ്പാൻസിയുടെ കാര്യം പിന്നെ പറയണോ? ഇത്രേ ഉള്ളൂ. വലിയ നന്ദിയുണ്ട് കേട്ടോ. ഇതെന്താ ദുപ്പൽ ഫാമിലിയോ? എന്താടാ താനിനിയും പോയില്ലേ? ഞാൻ പോയ കാര്യം അവിടെ കട്ടെ. നിങ്ങളിപ്പോ വന്നാൾക്ക് ലോണ് കൊടുത്തോ? കൊടുത്തേ. എങ്ങനെ കൊടുത്തു? എടാ അയാൾക്ക് കോമൺ സെൻസ് ഉണ്ടോ? 2 കോമൺ സെൻസ് ഞങ്ങൾക്ക് തന്നില്ലേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയാൾ പറഞ്ഞിനി. എന്നോടും ചോദിച്ചു, ഞാനും പറഞ്ഞുതരാം. വേഗം ചോദിച്ചു മറന്നോ? എന്റെ പേരെന്താ? APJ അബ്ദുൽ കലാം. താനെന്നാണ് ജനിച്ചത്? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി. തന്റെ ഉയരത്തിലാടോ? 8864 അടി. തന്റെ അച്ഛൻ ആരാടോ? കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ. എന്നെ പറ്റി തന്റെ അഭിപ്രായം എന്താടോ? ചിമ്പാൻസിയുടെ കാര്യം പിന്നെ പറയണോ സാറേ? മാപ്പിള കലാരൂപങ്ങളിൽ തീർത്തും വ്യത്യസ്തമാണ് ദഫ്മുട്ട്. അടുത്തത് ഒരു ദഫ്മുട്ടാവട്ടെ. വേദിയിലെത്തുന്നവർ അൻഷിദ് VC, വലീദ് MP, അജ്മൽ P, റിൻഷാദ് TK, മുഹമ്മദ് ഫഹീം, മുഹമ്മദ് മിദ്ലാജ്, മുഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് ഫവാസ്, ഷിബിലി, അഫ്സൽ. രജബന്റെ മാസം 27 മുജ്തബ നബിയുടെ മിഹ്റാജ് വാജിദ മുഅദിന്റെ കുദ്റത്തിനാലെന്ന് മുഖ്താർ തയ്യിബ് നിസ്റാഹ്. രജബന്റെ മാസം 27 മുജ്തബ നബിയുടെ മിഹ്റാജ് വാജിദ മുഅദിന്റെ കുദ്റത്തിനാലെന്ന് മുഖ്താർ തയ്യിബ് നിസ്റാഹ്.
ദഫുമുട്ടിന് ഒരിരട്ടി മധുരമായി ഒരു മാപ്പിളപ്പാട്ടായാലോ? ഇതാ റിയ എത്തിക്കഴിഞ്ഞു. അകമൊരുക്കി കുറിക്കും മകൾക്കൊരു പാടുണ്ട് പറയാൻ. കുരുന്നു മകൾ കരഞ്ഞു കണ്ണീർ ഉതിർത്തും കൊണ്ടാണുറക്കം. കനവിലിപ്പോ വിളിക്കുന്നതം നനച്ചും കൊണ്ടൻ മയക്കം. ഉമ്മയും ഞാനും തനിച്ചണി വീട്ടിൽ ഉപ്പാനയോർത്തൊന്നും നീറുന്ന മാട്ടിൽ നാളുകൾ നീക്കും. കാണാൻ കൽബ് കൊതിക്കും. അറബിക്കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ്മ വരുമോ? അരുളി മലർച്ചുവട്ടിലെന്റെ കളിപ്പന്തലിൽ വരുമോ? ഇരമ്പിപ്പാറും വിമാനം കണ്ടാൽ ഇരുമിയുകൾ ഉയർത്തും. അകലമിന്നി മറയും വരെ വിതുമ്പിക്കണ്ണീർ ഒഴുക്കും. കത്തുശിപ്പായിയെ കണ്ടാൽ കൊതിക്കും. കത്തില്ലെന്നോതി ശിപ്പായി മടങ്ങും. കത്തുന്ന കരളുമായി ഉമ്മ ചേരിക്കും. തേങ്ങലു മാത്രം ഉമ്മ കീവിധി മാത്രം. എല്ലാരും വാപ്പാനെ കുറ്റം പറയും. അത് കേട്ടെൻ്റെ ഉമ്മച്ചി പൊട്ടിക്കരയും. എന്താണ് കഥയെന്ന് ആർക്ക് തിരിയും? മനസ്സ് വേവുന്നു, പല കഥകൾ കേൾക്കുന്നു. അറബു നാട്ടിൻ അകലയങ്ങാണ്ടിരിക്കും വാപ്പാറിയാൻ. അകമൊരുക്കി കുറിക്കും മകൾക്കൊരു പാടുണ്ട് പറയാൻ. പോകും മുമ്പത്തു പള്ളിയിൽ എന്നെ ചേർത്തി. പോയാറേ വാപ്പാടെ കത്തും വന്നെത്തി. പിന്നെ ആ കത്തൊക്കെ നിർത്തി. വലിയ പെരുന്നാള് നാളിൽ കഴിഞ്ഞൊരു ഹാല്. ഒരിക്കലൊന്നോ കവിളിൽ മുത്തി മണത്തിടുവാൻ കൊതിയായി. ഉണങ്ങിയല്ലും തൊളിയുമായി എൻ്റെ ഉമ്മച്ചിക്കാര് തുണയായി. പണവും പൊന്നും അയച്ചില്ലേലും വരുന്ന മാസം വരണേ. പൊരിഞ്ഞുരുകി മരിക്കും മുമ്പേ കവിളിൽ മുത്തം തരണേ. പൊരിഞ്ഞുരുകി മരിക്കും മുമ്പേ കവിളിൽ മുത്തം തരണേ.